വാർത്തകളിലേക്ക്. കൈക്കൂലി കേസിൽ അറസ്റ്റിലായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ സെയിൽസ് വിഭാഗം ഡെപ്യൂട്ടി ജനറൽ മാനേജർ കൈക്കൂലി അലക്സ് മാത്യുവിന് 29 ലക്ഷം രൂപയുടെ നിക്ഷേപം. വിജിലൻസ് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ രേഖകൾ കണ്ടെത്തി. വിദേശ മദ്യക്കുപ്പികളും പിടികൂടി. സംഭവത്തിൽ IOC ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി സനു കെ സജീവ് ചേരുന്നു. സനു, രൂക്ഷമായൊരു സംഭവം തന്നെയാണ്, അല്ലെങ്കിൽ അത്രത്തോളം പ്രാധാന്യം നൽകേണ്ട ഒരു സംഭവം കൂടിയാണ് ഇത്തരത്തിലുള്ള കൈക്കൂലി കേസുകൾ എന്ന് പറയുന്നത്. എന്നിരുന്നാലും IOC ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലേ? തീർച്ചയായിട്ടും കാളിദാസ്, IOC ഈ വിഷയത്തിൽ ഒരു ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ സെയിൽസ് വിഭാഗം ഡെപ്യൂട്ടി ജനറൽ മാനേജറെ കൈക്കൂലി വാങ്ങുന്നതിനിടെ അലക്സ് മാത്യു കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് ഇന്നലെ വൈകിട്ട് ഇതുപോലെ വിജിലൻസ് പിടികൂടിയത്. തിരുവനന്തപുരത്തെത്തി ഗ്യാസ് ഏജൻസി ഉടമയിൽ നിന്ന് 2 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. സംഭവത്തിന് തൊട്ടു പിന്നാലെ വലിയ വിവരങ്ങൾ, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അദ്ദേഹം പാരിതോഷികമായിട്ട് മദ്യവും അതേപോലെ പണവുമായിരുന്നു ഈ ഗ്യാസ് ഏജൻസി ഉടമകളിൽ നിന്ന് വാങ്ങിയിരുന്നത്. അതായത് കടക്കലിലുള്ള വൃന്ദാവൻ ഗ്യാസ് ഏജൻസി ഉടമയിൽ നിന്ന് 2 ലക്ഷം രൂപ വാങ്ങുന്നതിന് വേണ്ടിയാണ് ഇന്നലെ തിരുവനന്തപുരത്ത് എത്തിയത്. ഈ വിവരം വിജിലൻസിനെ അദ്ദേഹം അറിയിച്ചിരുന്നു. തൊട്ടു പിന്നാലെ നടത്തിയ എറണാകുളത്തെ ഓഫീസിലും അതേപോലെ അദ്ദേഹത്തിന്റെ വീട്ടിലും നടത്തിയ പരിശോധനയിൽ 29 ലക്ഷത്തിലധികം രൂപ കണ്ടെത്തി എന്നുള്ളൊരു വിവരമാണ് പുറത്തു വരുന്നത്. അദ്ദേഹം 2013 മുതൽ ഇദ്ദേഹം സ്ഥിരമായി തന്റെ പക്കൽ നിന്ന് കൈക്കൂലി വാങ്ങും എന്നുള്ളൊരു വിവരവും ഈ പരാതിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. അതായത് 50,000 ഗ്യാസ് കണക്ഷനുള്ള ഒരു ഏജൻസിയുടെ ഉടമയാണ്, വൃന്ദാവൻ ഏജൻസിയാണ് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നത്. അതിൽ നിന്ന് 25,000 ഉടമകളെ, അതായത് കണക്ഷനുകൾ വിഭജിച്ച് മറ്റൊരു ഏജൻസിക്ക് നൽകിയിരുന്നു. ഇത്തരം നടപടി തുടരാതിരിക്കാൻ 10 ലക്ഷം രൂപ കൈക്കൂലി ചോദിച്ചിരുന്നു. പിന്നീടും പുതിയ ആൾക്കാർ വരുമ്പോഴത്തേക്ക്, പുതിയ ഏജൻസികൾ വരുമ്പോൾ അവർക്ക് ഇത് വിഭജിച്ച് കൊടുക്കുന്ന ഒരു പ്രവൃത്തിയായിരുന്നു നടന്നിരുന്നത്. എന്നാൽ ഇതിനെതിരെ ഈ ഗ്യാസ് ഏജൻസി ഉടമ രംഗത്ത് വരികയും തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കൈക്കൂലിക്ക് വേണ്ടിയാണ് ഇത്തരം പ്രവർത്തികൾ ഈ അലക്സ് മാത്യുവിന്റെ നേതൃത്വത്തിൽ നടക്കുന്നു എന്നുള്ളൊരു വിവരമാണ് ലഭിച്ചത്. തുടർന്നാണ് ഈ വിവരം വിജിലൻസിനെ അറിയിക്കുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് IOC ഒരു ആഭ്യന്തരതല അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. IOCയിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇദ്ദേഹത്തിനെതിരെ നിരവധി പരാതികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഗ്യാസ് ഏജൻസികളും നൽകുന്നതുമായി, ഗ്യാസ് ഏജൻസി പുതിയ ഏജൻസികൾക്ക് വിഭജിച്ച് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ലക്ഷങ്ങളുടെ ആരോപണം ഇയാൾക്കെതിരെ നിലനിന്നിരുന്നു. തുടർന്നാണ് IOC ഇത്തരം ഒരു അന്വേഷണം, കഴിഞ്ഞ ദിവസം അറസ്റ്റ് ഉണ്ടായി. അറസ്റ്റിന് തൊട്ട് പിന്നാലെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നു, ഓഫീസിൽ റെയ്ഡ് നടക്കുന്നു. ഇവിടുന്നെല്ലാം പിടിച്ചെടുത്തത് നിരവധി ക്രമക്കേടുകളുടെ രേഖകളും വിവരങ്ങളുമാണ്. വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് നിരവധി വിദേശ നിർമ്മിത മദ്യം കണ്ടെത്തുകയുണ്ടായത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് IOC ഒരു ആഭ്യന്തരതല അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരാതിക്കാരുണ്ടാകുമെന്നൊരു വിവരവും വിജിലൻസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നുണ്ട്. കാളിദാസ്. തീർച്ചയായും സാനു, അപ്പോൾ അത്തരത്തിലും അന്വേഷണം അങ്ങനെ വ്യാപിപ്പിക്കുന്നുണ്ടല്ലേ? കാരണം എത്രയോ പരാതിക്കാർ ഈ ഒരു സംഭവത്തിലുണ്ട്. ആ പരാതികളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ DGMലേക്ക് എത്തിയത്. ഇനിയും പരാതികൾ അത്രത്തോളം കൂടുമെന്നുള്ളൊരു സൂചന കൂടിയാണ് കൃത്യം അന്വേഷണ സംഘം അടക്കം പറയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഒരു ഗ്യാസ് ഏജൻസി പുതിയതായിട്ട് അനുവദിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പെട്രോൾ പമ്പ് നമുക്ക് അതിനുള്ള അനുമതി കിട്ടണമെങ്കിൽ നിരവധി നൂലാമാലകളുണ്ട്. അതെല്ലാം, ആ കടമ്പകളെല്ലാം കടന്നാൽ മാത്രമേ നമ്മൾക്കൊരു സ്ഥാപനം തുടങ്ങുന്നതിന് സാധിക്കുകയുള്ളൂ. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പണം നൽകിയാൽ ഇതിനു വേണ്ട അനുമതി ലഭിക്കുന്ന ഒരു സാഹചര്യം നിലനിന്നിരുന്നു. അതിൻ്റെ ഒരു ഡീലറായിരുന്നു, അല്ലെ അതിനു വേണ്ടിയിട്ട് പല ആൾക്കാരും സമീപിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഈ ഡെപ്യൂട്ടി ജനറൽ മാനേജർ. അതായത് കൊച്ചിയുടെ കീഴിൽ വരുന്ന എല്ലാ പ്രദേശങ്ങളിലും ഇത്തരം നടപടികൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ തിരക്കപ്പെടുത്തുന്ന തിരുവല്ല മേഖലയിലടക്കം ഇത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ പിന്തുണയിൽ ഏജൻസികൾ വന്നതായിട്ടുള്ള ഒരു വിവരം ലഭിക്കുന്നുണ്ട്. IOC ഉദ്യോഗസ്ഥർ അത് നിഷേധിക്കുകയും ചെയ്തിട്ടില്ല. എന്തായാലും അങ്ങനെ ഒരു പ്രവർത്തനം കഴിഞ്ഞ കുറച്ച് നാളുകളായി 2013 തൊട്ട് തുടർന്ന് വന്നു എന്നൊരു വിവരമാണ്. അപ്പൊ ഈ അന്വേഷണത്തിൽ ഇതിന്റെ പരിധിയിലേക്ക് വരേണ്ട ഈ 2013 ശേഷം ഈ 2025 വരെയുള്ള കാലയളവിൽ എത്ര ഏജൻസികൾ ഇതുപോലെ ഈ ഡെപ്യൂട്ടി ജനറൽ മാനേജറെ ഈ IOCയിലെ ഉദ്യോഗസ്ഥന്റെ പിന്തുണയിലുണ്ടായി, അവരിൽ നിന്നെല്ലാം എത്ര രൂപയാണ് ഇതിനുവേണ്ടി പാരിതോഷികമായി വാങ്ങിയതെന്ന് അടക്കമുള്ള വലിയൊരു കണക്കുകൾ അടക്കം പുറത്തേക്ക് വരേണ്ടതുണ്ട്. അതിന് വിപുലമായിട്ടുള്ള ഒരു അന്വേഷണം ആവശ്യമാണ്. അത് വിജിലൻസിന്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല, IOCയുടെ ഭാഗത്തു നിന്നും ഒരു ആഭ്യന്തര അന്വേഷണം ഉണ്ടായാൽ മാത്രമേ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കണ്ണികളെയും, ആരുടെ കയ്യിൽ നിന്നാണ് കൈക്കൂലി വാങ്ങിച്ചത്, എത്ര രൂപയാണ് ഇദ്ദേഹം കൈപ്പറ്റിയിട്ടുള്ളത്, ഈ ഉദ്യോഗസ്ഥൻ മാത്രമാണോ ഈ അഴിമതി പണത്തിന്റെ ഉപഭോക്താവായത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വരേണ്ടതുണ്ട്. അത് തുടർന്നുള്ള അന്വേഷണം നടന്നു വരികയാണ്. എന്തായാലും IOCയും അന്വേഷണം നടത്തുന്നുണ്ട്, വിജിലൻസും അന്വേഷണം ഈ വിഷയത്തിൽ നടത്തുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പരാതിക്കാരുണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം പലരിൽ നിന്നും ഇദ്ദേഹം കൈക്കൂലി വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പരാതിയിലാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. തുടർ പരാതികൾ ഉണ്ടാകുമെന്നും വിജിലൻസ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പരാതികൾ ലഭിക്കാനുള്ള സാഹചര്യവും സാധ്യതയും ഉണ്ടെന്നാണ് വിജിലൻസ് നൽകുന്ന വിവരം. കാളിദാസ്.
ശരി സാനു, ഏജൻസി തുടങ്ങാനായിട്ടുള്ള നടപടിക്രമങ്ങൾ കൈക്കൂലി വാങ്ങി വളരെ വേഗത്തിലാക്കുക, കൈക്കൂലി തരാതിരിക്കുന്ന പക്ഷം ഉപഭോക്താക്കളെ ഒരു ഏജൻസിയിൽ നിന്നും മറ്റ് ഏജൻസിയിലേക്ക് മാറ്റുക, ഇത്തരത്തിലുള്ള നിരവധി ക്രമക്കേടുകളാണ് ഈ അലക്സ് മാത്യുവിനെതിരെ ഇപ്പോൾ അന്വേഷണ സംഘം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അന്വേഷണം ഇനിയും വ്യാപിക്കുന്നു. ആഭ്യന്തര അന്വേഷണം അടക്കം IOCയുടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാനു കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ കാലിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കടുവയെ മയക്കുവെടി വെക്കാനുള്ള ദൗത്യം അനിശ്ചിതത്വത്തിൽ. പരിശോധനയിൽ കടുവയെ കണ്ടെത്താനായില്ല. മൂടൽമഞ്ഞും പ്രതിസന്ധി